ഇതിങ്ങനെ ഉടച്ച കപ്പയല്ല കേട്ടോ. ഇതാ നമ്മൾ ചെണ്ട പുഴുങ്ങാന്നൊക്കെ പറയും. അതായത് വെറുതെ ഉപ്പിട്ട് കപ്പ മുറിച്ച് പുഴുങ്ങിയെടുക്കുക. അതാണ് ചെയ്തിരിക്കുന്നത്. മുളക് ചമ്മന്തി അല്ലേ. കപ്പയും മുളക് ചമ്മന്തിയും കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാണ്. നല്ല ഇത് നോക്ക്, നിറയെ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം അതാ നമുക്ക് ഈ ബീഫിൻ്റെ റോസ്റ്റ് കപ്പയിലേക്ക് അങ്ങടെ ഇട്ടു. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം തയ്യാറാക്കി പൊടിച്ച് വീട്ടിൽ നിന്ന് പൊടിച്ച് എല്ലാം കൊണ്ടുവരണം. ഒന്നും നമ്മൾ പാക്കറ്റ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല രീതി തന്നെയാണ് വെക്കുന്നത്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നാടൻ രീതിയിലാണ് കൊടുക്കണം. നമ്മൾ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഫുഡ് വെക്കുന്നത് അതേ രീതിയില്ല. വേറെ ഒരു കെമിക്കൽസും ടേസ്റ്റിന് വേണ്ടി ചേർക്കണില്ല. എന്നാൽ കഴിക്കുന്നവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് നെയ്യാറ്റിൻകരയിൽ കോൺവെൻറ്റ് റോഡ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട, ചേച്ചി സുധ ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാൾ കേട്ടോ. കാരണം നമുക്ക് ചേച്ചിയുടെ അടുത്ത് ഇരിക്കുമ്പോഴും വർത്താനം പറയുമ്പോഴൊക്കെ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി എത്തുന്നത് അറിയാൻ പറ്റും. നല്ല രസമുള്ള ഒരു ചിരിയൊക്കെ ആയിട്ട് ഒരാൾ. അപ്പോൾ ചേച്ചി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. 7 വർഷമായിട്ട് ബ്യൂട്ടി പാർലർ, സ്റ്റിച്ചിങ് യൂണിറ്റ്, പിന്നെ ഇവിടെ അല്ലാതെ കൂൾ ബാർ പോലെ അങ്ങനെ സ്കൂളിൻ്റെ പരിസരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. യോഗ ട്രെയിനറാണ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഴംപൊരിയും ബീഫും പിന്നെ കപ്പയും ബീഫും ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ വീഡിയോ ആണ് പങ്കുവയ്ക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് കറി. ഇച്ചിരി കൂടെ കുറുകി വരും അല്ലേ. ഒരു കറിയുടെ പരുവം മാറി റോസ്റ്റ് പോലെയൊക്കെ. ഇവിടുത്തെ ഒരു ഐറ്റാണ് ഈ കാന്താരി മുട്ട. പക്ഷെ ഇന്നിപ്പോൾ കാന്താരി മുളകല്ല, കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് മറ്റേ ഉണ്ടമുളക് ഉണ്ടല്ലോ, മണമുള്ള നല്ല എരിവുള്ള കരണം പൊട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണം. അല്ലെങ്കിൽ കാന്താരി മുളക് അരച്ച് പേസ്റ്റ് ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ആളുകൾ മുട്ട പറയുമ്പോൾ ഇതുപോലെ ആക്കി കൊടുക്കും. കൂടെ ഇങ്ങനെ ഇതൊരു കോംബോയാണ്, കട്ടനും മുട്ടയും. എന്നൊക്കെയാ ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലുകൾ? ഇവിടെ ഇപ്പം ഒരു പുതിയ സ്പെഷ്യലായിട്ട് കപ്പയും ബീഫും ഉണ്ട്, പിന്നെ പഴംപൊരിയും ബീഫും ഉണ്ട്. കുറച്ച് ദിവസമായുള്ളൂ തുടങ്ങിയിട്ട്. ഒരു 3-4 മാസമായിട്ടുള്ളൂ. ഒരു പ്ലേറ്റ് കപ്പയും ഒരു പ്ലേറ്റ് ബീഫും കൂടെ 150 രൂപ. പഴംപൊരിയും ബീഫും കസ്റ്റമർ ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കും. പിന്നെ ഹാഫ് ബീഫും 2 പഴംപൊരിയും കൂടി 80 രൂപ. ഇവിടെ നേരത്തെ ഉണ്ട്. നേരത്തെ ഉണ്ട്. ഭക്ഷണം എത്ര നാളായിട്ട് ഇവിടെ കടയുണ്ട്? കട 7 വർഷം കൊണ്ട്. 7 വർഷം കൊണ്ട്. അപ്പുറത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്, സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്, പിന്നെ ഇവിടെ കൂൾ ബാർ. ബാക്കി ജ്യൂസ് ഐറ്റംസ്, ഷാർജ, കരിക്ക് ഷേക്ക്, ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട് സർബത്ത്, അങ്ങനെയുള്ള ഫ്രഷ് ജ്യൂസുകൾ, ലൈമ്, സ്നാക്സുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ 7 വർഷമായിട്ടുണ്ട്. ഉണ്ട്. നമ്മളിപ്പോൾ ഈ കപ്പ ഇറച്ചിയൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടേ. എന്നിട്ട് പിള്ളേരൊക്കെ വരുന്നുണ്ടോ? സ്കൂൾ ഏരിയ ഒക്കെ ആയതുകൊണ്ട്. സ്കൂൾ ഏരിയ ഒക്കെയാണ്, പിള്ളേർ വരുന്നുണ്ട്. യോഗ ടീച്ചറും കൂടിയാണ്. യോഗയും കൂടെ. ഒരു സകല കലാവല്ലഭയാണ് ചേച്ചി. ഇതൊക്കെ എല്ലാത്തിനും കൂടി സമയം കിട്ടുമോ? എല്ലാത്തിനും ഞാൻ രാവിലെ വീട്ടിൽ എല്ലാ ജോലികളും എല്ലാം ക്ലിയർ ആയിട്ട്, മുൻപും വീട്ടിലിരിക്കുന്നതല്ലേ, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പല ഫീൽഡുകളിലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിടത്തും പെർമനന്റ് ആയിട്ടില്ല, പക്ഷെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം, ഇത് രാവിലെ എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം ക്ലിയർ ചെയ്യണം. അതെനിക്കൊരു നിർബന്ധമാണ്. ഇവിടെ ഷോപ്പിൻ്റെ ടൈം നമ്മൾ ലേഡീസ് ആയതുകൊണ്ട് 7 മണി വരെയാണ്. അപ്പം നമ്മൾ തീരുന്നത് വരെ എപ്പോഴാണോ കഴിയുന്നത്, പിന്നെ നമ്മൾ ഈ ബാക്കി ഇരിക്കാൻ കണക്ക് നമ്മൾ വെക്കൂല. അപ്പം അതനുസരിച്ച് വെക്കും. കഴിയുമ്പോഴേക്കും ചില ദിവസങ്ങളിൽ 2 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ കഴിയും. വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നാളെ ഒന്ന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞാൽ വെച്ചിരിക്കാമെന്ന് പറയും. അടുത്ത ഷോപ്പിലൊക്കെ ഉള്ളവർ അങ്ങനെയും വരും. പിന്നെ ചിലപ്പോൾ വൈകുന്നേരം കാണും. ഞായറാഴ്ച ദിവസം ഇല്ല. ഞായറാഴ്ച ദിവസം ഇല്ല. പിന്നെ ബാക്കി ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ താങ്ക് യു. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയും ബീഫും. ശരിയാണ്, ആദ്യം നമ്മൾ കണ്ടതിനേക്കാൾ ചാറൊക്കെ വറ്റി ഒരു റോസ്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. കണ്ട. അപ്പോൾ അതാ നമുക്ക് ഈ ബീഫിൻ്റെ റോസ്റ്റ് കപ്പയിലേക്ക് അങ്ങടെ ഇട്ടു. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മസാലയാണ് കേട്ടോ. ഒരുപാട് അങ്ങനെ സ്പൈസി ആയിട്ടൊന്നല്ല. പിന്നെ അതിൻ്റെ ഇടയിലെ തേങ്ങാപ്പൂത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സ്വാദ്. ഇനി ബീഫൊന്നും വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ നല്ല മുളക് ചമ്മന്തി ഉണ്ട്. ഇതുപോലെ തലേ ദിവസത്തെ ബീഫും ഇവിടെയുണ്ട്.
ഇപ്പോൾ ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ ഇത് അയ്യോ ഇന്നലത്തെയാണ് വേണ്ട അങ്ങനെയുള്ളവർ കഴിക്കാൻ നിൽക്കണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അറിയണവർക്കറിയാം. ഈ മീൻ കറിയും ബീഫും ഒക്കെ തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു സ്വാദ്. വീണ്ടും നല്ലോണം വരട്ടി, ഇതൊരു റോസ്റ്റ് പരുവായിരുന്നല്ലോ, അതിനെ വീണ്ടും വീണ്ടും വരട്ടി നല്ല വറ്റിച്ചെടുത്തതാണ് ഇത്. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഇവിടുത്തെ സ്പെഷ്യൽ ലൈമാണ് ഇത്. ഇതിപ്പോൾ ഇതിനകത്ത് ഓറഞ്ചാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ പൈനാപ്പിളോ അല്ലെങ്കിൽ മുന്തിരിയോ ഒക്കെ ചേർത്ത് ഒരു ഫ്ലേവറും കൂടെ വരും. എനിക്കാണെങ്കിൽ നല്ല എരിവായിരുന്നു കേട്ടോ. ആ കാന്താരി മുട്ട അതെനിക്ക് നല്ല എരിവുണ്ടായി. പിന്നെ ഈ കപ്പയുടെ കൂടെയുള്ള ചമ്മന്തി വെറുതെ കഴിച്ചു നോക്കിയതാണ്. ചമ്മന്തി കണ്ടപ്പോൾ ഒരു നൊസ്റ്റു അടിച്ചിട്ട് കഴിച്ചു നോക്കിയത്, അതിനും എരിവായിരുന്നു. സൂപ്പർലേ. എനിക്കൊരു പരിവമുണ്ട്. ഞാൻ നാരങ്ങ വെള്ളം കലക്കുകയാണെങ്കിലും ഏതെങ്കിലും കടയിൽ പോയിട്ട് കുടിക്കുകയാണെങ്കിലും ഒറ്റ സിപ്പിൽ അത് ഞാൻ ഒന്നുകിൽ അത് മൊത്തം കുടിക്കും, വലിയ വേണ്ടെന്ന് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നാരങ്ങ ഒരുപാട് ചെന്നിട്ട് അതിൻ്റെ ഒരു പുളി വരാൻ പാടില്ല, ഒട്ടും പുളി വരാൻ പാടില്ല. അപ്പോൾ ഇത് എൻ്റെ ഒരു പരിവം. പിന്നെ ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടെ വന്നപ്പോൾ നല്ല രസം. അപ്പോൾ 20 രൂപ കേട്ടോ ലൈം. അങ്ങനെ നല്ല രസമുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പ് മുളക് അതിൻ്റെ ഒരു എരിവുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാം. വെറുതെ മുട്ട കഴിക്കണേക്കാളേ. പിന്നെ അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തുളസിയൊക്കെ ഇട്ട കട്ടനാണ്. അത് പുതിന വേണമെങ്കിൽ അങ്ങനെ, ലൈം ടീ വേണമെങ്കിൽ അങ്ങനെ, ജിഞ്ചർ കട്ടൻ വേണമെങ്കിൽ അങ്ങനെ, അത് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ കട്ടനും കൂടെ ചേർത്തിട്ടാണ് തരിക. ഒരു ചെറിയൊരു മധുരം കൊള്ളാം. നല്ല കോമ്പിനേഷൻ. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നല്ല എരിവുള്ളത് കഴിച്ചിട്ട് ചൂട് കഴിക്കുമ്പോഴുള്ളൊരു സുഖം. ചേച്ചി പറഞ്ഞില്ലേ മറ്റേ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാ സാധനങ്ങളും ഇവർ കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നു. അപ്പോൾ മുളക് അതും വീട്ടിലുണ്ടാവേണ്ടതാണ്. കാന്താരി ആണെങ്കിലും ഈ മുളകായാലും എല്ലാം വീട്ടിൽ ഉണ്ട് അവർക്ക്. വേറെ വളമോ അങ്ങനെ മറ്റേ എന്താ പറയുക അതിന് വിഷമൊന്നും അടിച്ച് അങ്ങനെ ഒന്നല്ല, അല്ലാണ്ട് വളർത്തിയെടുക്കുന്നതാണ്. അങ്ങനെ അവർക്ക് എപ്പോഴാണ് ഇതിനൊക്കെ നേരം കിട്ടുക എന്നുള്ളതാണ് എനിക്ക് സംശയം. ചേച്ചി ഇത്രയും കാര്യങ്ങൾ രാവിലെ മുതലെല്ലാം കഴിഞ്ഞ് ചേച്ചി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറുമൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലെല്ലാം കഴിഞ്ഞ് ചേട്ടനുള്ളതെല്ലാം റെഡിയാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. പിന്നെ ക്ലാസ്സിന് പോവും, എല്ലാം കഴിഞ്ഞ് ഇവിടെ വരും. വീണ്ടും ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റിലെ ആളുകൾ വരും, ബ്യൂട്ടി പാർലർ വരുന്നവരുണ്ട്, അവരെ ഡീൽ ചെയ്യണം, കടയിലേക്ക് വരുന്നവരുണ്ട്, സാധനം വാങ്ങാൻ വരുന്നവരുണ്ട്, ബുക്ക് പേന പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാൻ വരുന്നവരുണ്ട്. അവിടെ സഹായിക്കാൻ ഒരു കൊച്ച് ഉണ്ട്, നാരങ്ങയൊക്കെ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ കുക്ക് ചെയ്യാനൊരു ചേട്ടനുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ ഭയങ്കര സ്റ്റാഫൊന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ റോൾ ചെയ്യുക. അതും അവരുടെയൊക്കെ ഒരു ഏജിലുള്ള ആളുകൾ ഇങ്ങനെ റോൾ ചെയ്യാന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. ചേച്ചി 2 മക്കളാണുള്ളത്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫസ്റ്റ് ചേച്ചിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് സാധനം, ഭയങ്കര ഒരു കണക്ഷൻ. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന്. നമ്മളിവിടേക്ക് വന്നതിനൊരു ഇതുണ്ട്. നിങ്ങളെപ്പോഴും ചോദിക്കുന്ന നമ്മുടെ ആ ഒരു ക്യാമറാമാൻ ഉണ്ടല്ലോ, അദൃശ്യനായിരിക്കുന്ന ക്യാമറാമാൻ്റെ നാടാണ്. ആളുടെ കൂടെ പഠിച്ച സുഹൃത്തിൻ്റെ അമ്മയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവർക്കൊക്കെ ഫാമിലി അറിയുന്ന ആളുകളുമാണ്. പഴംപൊരിയും ബീഫും ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ഒരു 10 മണി 11 മണിയോടുകൂടി എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ കടയ്ക്ക് ഒരു പേരുണ്ട് കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, നമുക്ക് ഭയങ്കര രസമുള്ളൊരു പേര്. നൈന എന്നാണ് പേര്. സുചേച്ചി കൊച്ചുമോളെ സ്നേഹത്തിൽ വിളിക്കുന്ന പേരാണ്. അപ്പോൾ കടയ്ക്ക് അതാണ് കടയ്ക്ക് ഇട്ടിരിക്കുന്നത്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അറിയാനൊന്നുമില്ല. നെയ്യാറ്റിങ്കര ആലിമൂട് ജംഗ്ഷനിൽ നിന്ന് കോൺവെന്റ് റോഡിലേക്ക് കയറണം ആ വഴി തന്നെയാണ് ഉള്ളത്. മൈന അങ്ങനെയാണ് പേര്. പുറമേ നിന്ന് കാണുമ്പോഴേ ഇതൊരു ഹോട്ടലാണെന്ന് ചിലപ്പോൾ തോന്നില്ല. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മളെ ഒരു ഫാൻസി സ്റ്റോറോ അല്ലെങ്കിൽ ബേക്കറി ആണെന്നൊക്കെ തോന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് നല്ല കപ്പയും ഇറച്ചിയും പഴംപൊരിയും ബീഫും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം. നല്ല മനസ്സിന് എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള എത്രയോ പേരുടെ പ്രാർത്ഥന എപ്പോഴും